ആണായാലും പെണ്ണായാലും മനുഷ്യരല്ലേ. അപ്പം ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ എല്ലാം പുരുഷന്റെ നെഞ്ചത്തേക്ക് മാത്രം കൊണ്ട് കയറ്റുകയും സ്ത്രീ അങ്ങ് പരിശുദ്ധിയായി മാറുന്ന ഒരു കാഴ്ചപ്പാടിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? മനഃപൂർവ്വമായി ആരെങ്കിലും അങ്ങ് കരിവാരി തേക്കാമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ഇത്രത്തോളം സെൻസിറ്റീവായ വിഷയങ്ങളിൽ സ്ത്രീകൾ രംഗത്ത് വന്ന് പ്രതികരിക്കുന്നത്. മാനസികമായിട്ട് എത്രയോ സ്ത്രീകൾ ഈ കേരളത്തിലും അല്ലെങ്കിൽ ലോകത്തിന്റെ എത്രയോ കോണുകളിലായിട്ട് എത്രയോ പുരുഷന്മാരെ തകർത്തേക്കുന്നു. അതുകൊണ്ട് മാധ്യമ പ്രവർത്തന്റെ തലപ്പത്തിരിക്കുന്ന ഒരുപാട് പേരുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ അവരെ മാറ്റി നിർത്തുവോ? ഉത്തരം പറ. സ്ത്രീ പീഡനത്തിൽ പരാതിയായിട്ടുള്ള മീറ്റു ആരോപണത്തിൽ വിധേയരായിട്ടുള്ള പല മാധ്യമങ്ങളിലും ഇന്നും തലപ്പത്തിരിക്കുന്ന നിരവധി മാധ്യമ മേലാളന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ മാറ്റി നിർത്തുവോ? ഇവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആ ചാനലിലെ മറ്റൊരാൾക്കെതിരെ ഒരു പരാതി ഉന്നയിക്കുകയും അവരെ ആ ചാനലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ട് എത്ര പേര് ചാനൽ ചർച്ച നടത്തി. ഇപ്പൊ നമ്മുടെ കേരളത്തിലൊരു മന്ത്രി പീഡന പരാതിക്ക് തുടർന്ന് ആദ്യം കുറച്ചു നാൾ മാറ്റി നിർത്തുകയും അയാളെ വീണ്ടും പിടിച്ച് മന്ത്രിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആരെ മാറ്റി നിർത്തിയെന്നാണ് ഈ പറയുന്നത്? മലയാള സിനിമയിൽ നടൻ ദിലീപിനെതിരെ ഒരു പ്രശ്നം വരുന്നു. ആ പ്രശ്നത്തിൽ മാത്രമാണ് നിയമപരമായിട്ടുള്ള ഒരു കാര്യത്തിന് മുന്നോട്ട് പോയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇങ്ങനെ ഏറിൽ നിൽക്കുകയാണ്. ഈ ഏറിൽ നിൽക്കുന്ന കാര്യം വെച്ചിട്ട് ഒരാൾ അയാളുടെ ജീവിതം അവസാനിപ്പിച്ച് വീട്ടിൽ കുത്തിയിരുന്ന് കഥ അടച്ചിട്ട് പുറത്തിറങ്ങണ്ട എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ